ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു കിഡില് 4 മണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ചോറിന്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടി ചേർക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തത് നമുക്ക് മാറ്റി വെച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് ശർക്കരയാണ് ഉരുക്കിയെടുക്കാൻ പോണത്. ഇതിലേക്ക് 1/4 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഉരുക്കിയെടുത്ത ശർക്കര നമുക്ക് വേറെ പാനിലേക്ക് മാറ്റാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അരച്ച് വെച്ചേക്കണ ചോറിന്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചാൽ മതി. നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലും മീഡിയത്തിലും വെച്ച് ഈ മിക്സ് തിക്കാക്കി എടുക്കണം. പേസ്റ്റ് കുറേശ്ശെ തിക്കാവാൻ തുടങ്ങി. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്ത് 1 മണിക്കൂർ കുതിർത്തി വെച്ച് വേവിച്ചേക്കണതാണ്. അത് ഇതിലേക്ക് ചേർത്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. കുറച്ചും കൂടി പാനിന് വിട്ട് വരാനായിട്ടുണ്ട്. പലഹാരം റെഡിയായി. പാനിൽ നിന്ന് നല്ലോണം വിട്ട് വരാൻ തുടങ്ങി. അതുപോലെ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ പുറത്തേക്ക് വരാനും തുടങ്ങി. ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് നെയ്യ് തേച്ചോളോട്ട. 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് തണുത്തതിൻ്റെ ശേഷം ബൗളിൽ നിന്ന് മാറ്റാം. 10 മിനിറ്റാണ് ഇട്ടാ തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കണം. ഇനി ഇതിന്ന് നമുക്ക് വിടിയിക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ പലഹാരം റെഡിയാക്കി വെക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.